തമിഴിൽ പോയി ഷെയ്ൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പുള്ളി കഴിവുണ്ട്. കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. 2 മണിക്കൂറാണുള്ള ഡ്യൂറേഷൻ. പിന്നെ പെർഫോം എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ഷീനിയത്തിൻ്റെ ആദ്യത്തെ ഒരു തമിഴ് അരങ്ങേറ്റം എന്നുള്ള രീതിയിൽ പടം നോക്കുമ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡബ്ബിങ് മാത്രം ചെറിയൊരു വിഷയം ഉണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ വാലി മോഹൻദാസ് സംവിധാനം ചെയ്ത നമ്മുടെ ഷൈനിക നായകൻ തമിഴ് ചിത്രം മദ്രാസ്കാരൻ റിലീസാണ്. സിനിമയോടൊന്ന് സിനിമയുടെ പ്രശ്നം ചോദിച്ചു നോക്കാം. സിനിമ ഇപ്പം നമ്മളെ മലയാളത്തിലെ നടൻ തമിഴിൽ പോയി ഷെയ്ൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പുള്ളി കഴിവുണ്ട്. അഭിനയമൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അഭിനയമൊക്കെ നല്ല രീതിയിൽ ഇപ്പം പഴയതിനേക്കാളും നല്ല മെച്ചപ്പെട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ പുള്ളിക്ക് ഡബ്ബിങ് ചെയ്യുന്നത് തമിഴ് പറയുന്നത് കുറച്ച് ലാഗായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇഷ്ടംപോലെ പ്രോബ്ലം ഇതിൽ വരുന്നുണ്ട്. കാര്യം മറ്റുള്ളവർ നല്ല രീതിയിൽ തമിഴ് പറയുമ്പോൾ പുള്ളിക്ക് അതിൽ നല്ല രീതിയിൽ തമിഴായിട്ട് പറയുന്ന ഡയലോഗ് ഭയങ്കര ലാഗായിട്ട് പോകുന്നുണ്ട്. പിന്നെ പടത്തിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം, അത്രേ പറയാനുള്ളൂ. ഷീനിയത്തിൻ്റെ ആദ്യത്തെ ഒരു തമിഴ് അരങ്ങേറ്റം എന്നുള്ള രീതിയിൽ പടം നോക്കുമ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡബ്ബിങ് മാത്രം ചെറിയൊരു വിഷയം ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ നോക്കുമ്പോൾ ഒരു സാധാരണ യൂഷ്വൽ തമിഴ് പടം തന്നെയാണ്. അല്ലാതെ പ്രത്യേകമായിട്ട് എടുത്ത് പറയാൻ മാത്രമൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, കൊള്ളാം, അത്രേ ഉള്ളൂ. ഒരു തമിഴ് ഓഡിയൻസിനെ മാത്രം ഫോക്കസ് ചെയ്തെടുത്തൊരു പടം, അവരെ മാത്രം ഫോക്കസ് ചെയ്ത് എടുത്ത ഒരു പടം പോലെ തന്നെ ഇരിക്കുന്നത്. ഭയങ്കരമായ ഒരു ലെവലോ ഒരു സാധാരണ ഒരു അടിപ്പടം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കൊള്ളാം, കുഴപ്പമില്ല. നല്ല പടം. ആക്ഷനാണോ? ഇമോഷണലാണ്. കുഴപ്പമില്ല ബ്രോ. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് ഇച്ചിരി ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞ് നോക്കി അവസാനം ഒന്നും ഇല്ലാതെ. ഷെയ്നിൻ്റെ പെർഫോമൻസ് പക്ക, അത് അടിപൊളിയായിട്ടുണ്ട്. മൊത്തത്തിൽ ബിലോ ആവറേജ്, അത്രേ പറയാൻ പറ്റും. ആവറേജ്. നല്ല പടമാണ്. ഒരു ആക്ഷൻ ഓറിയന്റ് പടമാണോ? ത്രില്ലർ പടമാണ്, നല്ല ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല പടം. ഷൈനിന് അടിപൊളി ചെയ്തിട്ടുണ്ട്. പടം കൊള്ളാം. ഡബ്ബിംഗ് ഒക്കെ കുഴപ്പമില്ല. 2 ഗ്രൂപ്പ് തമ്മിലുള്ള റൈവൽറിയും തുടർന്നുണ്ടാവുന്ന ഇഷ്യൂസാണ് പടത്തിൽ പറയുന്നത്. പിന്നെ കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. 2 മണിക്കൂറാണുള്ള ഡ്യൂറേഷൻ. പിന്നെ പെർഫോമൻസും എല്ലാവരും കൊള്ളാം. ഷൈനികവും കലൈറസിനും ഓൾമോസ്റ്റ് എല്ലാവരും കൊള്ളാം. കുഴപ്പമില്ല, കണ്ടിരിക്കാവുന്ന ഒരു പടം. എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. പുള്ളിയുടെ തമിഴ് സിനിമയല്ലേ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എടുത്ത് പറയാൻ എന്തെങ്കിലും സിനിമയ്ക്കകത്ത്? ഡബ്ബിംഗ് ഒന്നും തീരെ പോരാ. ഷൈൻ്റെ നികത്തിൻ്റെ ഡബ്ബിംഗ് ഒന്നും തീരെ പോരാ. ഭയങ്കര മലയാളം തമിഴ് സംസാരിക്കുന്നത് പോലെയുണ്ട്. പിന്നെ കഥ എന്തോ പറയാൻ, പോസിറ്റീവ് എന്തെങ്കിലും ഉണ്ടോ എടുത്ത് പറയാൻ? പോസിറ്റീവ് എന്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറൊക്കെ ആയിപ്പോകും. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല.